അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് പഴം കൊണ്ടുള്ള നല്ലൊരു അടിപൊളി സ്വീറ്റ് സ്നാക്കാണ്. ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ട് ഒരു 5 നേന്ത്രപ്പഴം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇതിലിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ പൊടിച്ചെടുത്തതാണിത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഏലക്കായ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂട്ടി ഏലക്കായ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇതിൽ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക, കുറച്ച് ലൂസായിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ടൈറ്റായി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഓരോ പഴത്തിനനുസരിച്ചായിരിക്കും ഇതിലിപ്പോൾ ചേർക്കുന്ന മധുരത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അത് ഒന്ന് ടൈറ്റായി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ആവശ്യമുള്ള അത്ര ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലിട്ട് മാറ്റാം. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഏലക്കായ പൊടിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റിന് പോലെ റൗണ്ടിലോ സ്ക്വയറോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇത് ഈ മുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുക. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ ചെയ്തെടുക്കണം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതായി കിട്ടും. ഇതിൻ്റെ പുറത്തുള്ള ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്താൽ ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കത് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര കഴിച്ചാലും മതിയാവില്ല. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയായിരിക്കും ഇത് നമുക്ക് ഇഫ്താറിനും അല്ലാതെ നമുക്ക് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.